ഇനി എല്ലാ വർഷവും 5ഉം 6ഉം കടുവകൾ നാട്ടിലിറങ്ങി പിന്നെ ജനവാസ കേന്ദ്രങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ ഓർമ്മയിൽ കരടി ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയിട്ടുള്ളതായ ഒരു ഇൻസിഡന്റ് ആദ്യമാണ്. അത് വളരെ യാദൃശ്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. കാരണം കാട്ടിൽ അത്ര ആദിവാസികളൊന്നുമല്ല, ആദിവാസികൾ വളരെ കുറഞ്ഞ കന്നുകാലികളെ വളർത്തുന്നുള്ളൂ. അത് വളർത്തുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ബിനാമികളാണ് ആദിവാസികൾ. അത് വളർത്തണ്ട എന്ന് പറഞ്ഞ് നിയമനിർമ്മാണം നടത്തിയാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ സമ്മതിക്കില്ല. കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് വിറകെടുക്കണ്ട, കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് മറ്റു കാര്യങ്ങൾ നടത്തണ്ടെന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കില്ല. കാട്ടിലുള്ള വന്യജീവികൾ പുറത്ത് വരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതും ഇവർ തന്നെ പറയുന്നത്. അതിൻ്റെ ഇടയിലാണ് ബോച്ചെ, ഞാൻ ആ വാക്ക് ബോച്ചെ എന്ന് പറയുന്നത്, ഈ ബേബി ചെമ്മനെ പോലതായ ചില വിദ്വാൻമാർ വന്നിട്ട് അവശേഷിക്കുന്ന ഒരു വയലേഷനും ഇല്ലാത്ത താരതമ്യേന ശാന്തമായിട്ടുള്ളതായ പ്രദേശങ്ങളിൽ വലിയ ബഹളങ്ങളും, ഇവരെ കൂടുതൽപ്പെട്ട ആൾ, സെക്രട്ടറിയിൽപ്പെട്ട ആൾ എന്നെ ഈ മിനിറ്റ്സിൻ്റെ കോപ്പിയും ചോർത്തി തന്ന് നേരെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ച് ഈ AK ബാലനെയും വിനോയ് വിശ്വത്തെയും ആനയെ കൊന്നിട്ട് കൊമ്പെടുക്കുക. അതൊരു ഭീകരമായ വലിയ ഒരു മാഫിയ സംഘമായിരുന്നു. സായുധരായ, പണമുള്ള, അതിശക്തമായ രാഷ്ട്രീയ സ്വാധീനവും ഭരണസ്വാധീനവും പോലീസ് സ്വാധീനവുമുള്ള. പിറ്റേ ദിവസം കരുണാകരന്റെ പ്രസ്താവന വന്നു 12 പേജ് പത്രങ്ങളിൽ. കലക്ടർ സർവാധികാരിയല്ല, സർവാധിപതിയല്ല. അയാൾ ചമ്മിപ്പോയി. മാത്രമല്ല അയാളോട് പിൻവലിക്കാൻ പറഞ്ഞു, പിൻവലിപ്പിച്ച്. ഇത് പറഞ്ഞു സുഖമായ ടീച്ചർക്ക് ഭയങ്കര ഷോക്കായി. ടീച്ചറിനെ തന്നെ ഗണേഷ് കുമാറിനെ ഫോണിൽ വിളിച്ചവൻ ടീച്ചറോട് ഇത് ഭയങ്കര വിവാദമായി കേരളത്തിൽ. അപ്പോൾ അത് പറഞ്ഞപ്പം എൻ്റെ ടീച്ചറെ അത് ഞാൻ ബാദുഷയെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. എടക്കൽ കേവ് നിലകൊള്ളുന്ന അമ്പുകുത്തി തവിടുപൊടിയാകുമെന്നുള്ള വാശിയിൽ നിന്ന് അടിസ്ഥാനപരമായി കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും പരിസ്ഥിതി വിരുദ്ധമാണ്. വയനാടിൻ്റെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു തിളങ്ങുന്ന അധ്യായമായിട്ട് നമ്മുടെ മുന്നിൽ N. ബാദുഷ എന്ന പേര് കാണാം. അദ്ദേഹം പ്രകൃതിക്ക് വേണ്ടി 4 ദശാബ്ദത്തിലേറെയായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിരവധി പോരാട്ടങ്ങളുടെ കഥ ബാദുഷക്ക് പറയാനുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും അദ്ദേഹം പല വിധത്തിലുള്ള നിയമ പോരാട്ടങ്ങളിലാണ്. പ്രത്യേകിച്ച് ഏറ്റവും പുതുതായി വന്ന വിഷയം ഭൂമി തരം മാറ്റുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട്, വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയൊക്കെ എടുത്തിരിക്കുന്ന നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയിച്ചു കഴിഞ്ഞു. മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും അത് കൂടുതലായിട്ട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബാദുഷക്ക ഈ കാലങ്ങളിൽ നടത്തിയ പ്രകൃതിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള നിലപാടുകൾ, പ്രകൃതിക്ക് വേണ്ടി എടുത്തിട്ടുള്ള കർക്കശമായ നിലപാടുകൾ, അതൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. മെട്രോ പോസ്റ്റിൽ നമുക്കൊപ്പം അത്തരം അനുഭവങ്ങൾ പങ്കുവെക്കാൻ ബാദുഷക്ക ഒപ്പമുണ്ട്. ബാദുഷക്കനെ മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. വയനാട്ടിലെ ഈ നൂൽപ്പുഴ, ഇവിടുത്തെ പ്രകൃതി വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ ജനിച്ചു വളർന്ന ഒരാളെന്ന രീതിയിൽ ചെറുപ്പം തൊട്ടേ പ്രകൃതിയോട് ഇടപഴകി ജീവിച്ച ഒരാളെന്ന നിലയിൽ അവിടുന്ന് പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പം വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ തന്നെ ഈ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള ബോധ്യത്തിലേക്ക് വരുന്നു. എങ്ങനെയാണ് ഈ ഒരു 4 ദശാബ്ദങ്ങൾക്ക് നീണ്ടുനിന്ന ഈ പ്രകൃതി സംരക്ഷണ കാലഘട്ടം ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഈ വയനാട്ടിലെ നൂൽപ്പുഴയാണുള്ളത്. നൂൽപ്പുഴ എന്ന് പറയുന്നത് ആദിവാസികളാണ് വലിയൊരു ഭൂരിപക്ഷം. പിന്നെ മറ്റ് വിഭാഗത്തിൽപ്പെട്ട പിന്നെ പരമ്പരാഗത കർഷകരും. ഞങ്ങളൊക്കെ വളരെ വളരെ മുമ്പേ കർണാടകത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ. അങ്ങനെയുള്ളൊരു ഭൂപ്രദേശമാണ് ഇവിടെ. വളരെ പ്രകൃതി മനോഹരമായ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നല്ല കൃഷിയൊക്കെ ഉള്ള ജീവിച്ചിരുന്നൊരു പ്രദേശമായിരുന്നു. നമ്മളൊക്കെ ജീവിതം പലപ്പോഴും പകുതി സമയവും കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ നന്നായിട്ട് വായിക്കുക. എന്നെ ആരെയും ഗുരുക്കളായിട്ടൊന്നും കൊണ്ടുവന്നതല്ല, നന്നായിട്ട് വായിക്കായിരുന്നു. സൈലന്റ് വാലി പ്രക്ഷോഭത്തെക്കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ നന്നായി ശ്രദ്ധിക്കുകയും ഫോളോ ചെയ്യുകയും അത് സംബന്ധിച്ചിട്ടുള്ളതായ മലയാള പത്രങ്ങളിൽ വരുന്ന എല്ലാ വീക്കിലികളിലും വരുന്ന എല്ലാ ലേഖനങ്ങളും AK പ്രസാദിൻ്റെയും സുഗതമായ ടീച്ചർ ഇതൊക്കെ ഹൃദയസ്ഥമാക്കുകയും വായിക്കുകയും സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്ന ഘട്ടത്തിലാണ് എൻ്റെ സ്കൂൾ പഠനം അവസാനിക്കുന്നത്. ഉടനെ തന്നെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേക്ക് വന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് വളരെ ചെറുപ്പത്തിൽ. അതുപോലെ തന്നെ അതിൻ്റെ വിദ്യാർത്ഥി ഫെഡറേഷനിലും അതിൻ്റെ യുവജന ഫെഡറേഷനിലും കർഷക സംഘത്തിലും ഞാൻ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നൂൽപ്പുഴ പ്രദേശത്ത്.
ആ സമയത്താണ് ഞങ്ങൾ നൂൽപ്പുഴ പ്രദേശത്ത് 2-3 സംഭവങ്ങളുണ്ടായിരുന്നു. ഒന്ന് ചന്ദനം കള്ളക്കടത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും സത്യമംഗലം പോലുള്ളതായ പ്രദേശങ്ങളിൽ പോയിട്ട് ചന്ദനം വെട്ടിമുറിച്ച് കൊണ്ടുവന്ന് വയനാട്ടിലെ ഈ നൂൽപ്പുഴ പ്രദേശത്ത് മാത്രം കേന്ദ്രീകരിച്ച ഒരു കഷ്ണം ചന്ദനത്തരി പോലും ഇല്ലാത്ത നൂൽപ്പുഴയിൽ 5-6 എണ്ണത്തിലധികം ചന്ദന ഫാക്ടറികളുടെ, അതായത് ചന്ദനം കൊണ്ടുവന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ചന്ദന തൈരുണ്ടാക്കുന്നത്. അത് ഭയങ്കര ആദായകരമായ ബിസിനസ്സാണ്. ഒക്കെ ഗുജറാത്തിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതായ ഷെട്ടുമാരാണ് ഒക്കെ നടത്തിയത്. പക്ഷേ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ ഈ ചന്ദനം കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ നിന്നും ആദിവാസികളെയും കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിൽക്കുന്ന ചെറുപ്പക്കാരെയും കൂട്ടി വന്നിട്ട് ചന്ദനം വെട്ടാൻ പോകും. ചന്ദനം വെട്ടുമ്പം കർണാടകക്കാർക്കും തമിഴ്നാട്ടുകാരായുള്ളതായ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇവരെ ഈ ചന്ദനം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കാണുന്നതോടുകൂടി ഈ കർണാടകത്തിൽ വേറൊരു പ്രത്യേകതയും കൊണ്ട് കർണാടകത്തിൽ കാടിൻ്റെ പ്രൊട്ടക്ഷൻ പിന്നെ വനം വകുപ്പിനോടൊപ്പം തന്നെ പോലീസും ഉണ്ട്, സ്പെഷ്യൽ പോലീസുണ്ട്. അവർ ഷൂട്ട് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നൂൽപ്പുഴയുള്ളതാണ്ട് 22ഓളം ആദിവാസികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അന്ന് ഞാൻ അവരുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് അതെന്നെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു. കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള 8-10 ആൾക്കാരുടെ ലിസ്റ്റ് വന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഞാൻ ക്രോഡീകരിച്ച് അതിനെതിരായി നമ്മളൊരു മൂവ്മെൻറ്റ് ആരംഭിച്ച് ചന്ദന ഫാക്ടറികൾ പൂട്ടിച്ച് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശക്തമായിട്ട് നമുക്കെതിരായിരുന്നു. ആ സമയത്താണ് വേറൊരു പ്രതിഭാസം ആരംഭിക്കുന്നത്. അതായത് ആനയെ കൊന്നിട്ട് കൊമ്പെടുക്കുക. അതൊരു ഭീകരമായ വലിയ ഒരു മാഫിയ സംഘമായിരുന്നു. സായുധരായ പണമുള്ള അതിശക്തമായ രാഷ്ട്രീയ സ്വാധീനവും ഭരണസ്വാധീനവും പോലീസ് സ്വാധീനവുമുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലടക്കം വലിയ ഒറ്റുകാരുണ്ടായിരുന്നു, അവർക്ക് അനുകൂലമായി ഉണ്ടായിരുന്നത്. അതിനെതിരായിട്ട് ഞങ്ങൾ നിന്ന് അങ്ങനെയാണ് അതുണ്ടാവുന്നത്. അവരെല്ലാവരും കൂടി ആശയസമ്പർക്കം നടത്തി അതിനെതിരായുള്ള മൂവ്മെൻറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മരം വെട്ട്, ഇവിടെ ഞങ്ങൾ അടക്കി വെട്ട്. അത് ഒരു കാട്ടിൻ്റെ ഉള്ളിലായിട്ട് വളരെയധികം അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, കാടിനെ ആശ്രയിക്കുന്ന, കാടിൻ്റെ പരിസരത്തുള്ള ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ ഷോക്കായിരുന്നു. ഞാൻ മുത്തങ്ങ പോയി കണ്ടപ്പം കാട് വെട്ടിയിട്ട് മരത്തടികൾ, വലിയ തടികളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ചില്ലകളും അതിൻ്റെ കൊമ്പുകളും ഒക്കെ ഇട്ടിട്ട് കത്തിച്ചിട്ട് അവിടെ ടോങ്കിയോ കൃഷി നട്ടൊരു കൃഷിയുണ്ട്, അതിന് വേണ്ടി കൊടുക്കുകയാണ്. അത് കണ്ട ഭയാനകമായ രംഗങ്ങളാണ്. അവിടുത്തെ വന്യജീവികളൊക്കെ കൂട്ടപലായനം ചെയ്യാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അവിടെ ടോങ്കിയോ കൃഷി ആരംഭിക്കുമ്പോൾ അതിനുവേണ്ടി കാവലുണ്ടാവും, അവരൊക്കെ വെടിവെച്ച് കൊണ്ടുപോകും. താത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മരം വെട്ടിയിട്ട് അവിടെ കപ്പ ഇട്ടിട്ട് കപ്പ കൊണ്ടുവന്നതിൻ്റെ അടിയിലൊക്കെ തന്നെ വലിയ കൂറ്റൻ കാട്ടുപോത്തുകളിട്ടായിരുന്നു താഴെ രാജ്യത്തേക്ക് 11-ാം മൈലിലേക്കും കുന്നമംഗലത്തേക്കും കൊണ്ടുപോയത്. അപ്പോൾ ഈ രീതിയിൽ ഈ മരം ഈ കാട് വെട്ടാൻ പറ്റില്ല. ഈ നായ്ക്കെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കാട് വെട്ടുന്നതിനെ എതിർക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. അത് ഞാൻ പല സുഹൃത്തുക്കളുമായിട്ട് ആശയവിനിമയം നടത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ അതിന് സപ്പോർട്ട് ആയിട്ട്, കർഷകരും രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരും, പ്രത്യേകിച്ച് ഈ കേശവേട്ടനെ പോലെ മരിച്ചുപോയ അദ്ദേഹം കേശവേട്ടനെ പോലുള്ള ആൾക്കാരും വന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഈ കാട് വെട്ടുന്നത് തടഞ്ഞതിനെ തുടർന്നാണ് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ഉണ്ടാവുന്നത്. ആ പ്രകൃതി സംരക്ഷണ സമിതിയാണ് പിന്നീട് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയായിട്ട് 1980 ഞങ്ങൾ ബത്തേരി സർവജന ഹൈസ്കൂളിൻ്റെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ഉണ്ടാവുന്നത്. ഞാൻ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അഡ്വക്കേറ്റ് CC മാത്യു അതിൻ്റെ പ്രസിഡന്റ്. ആ യോഗത്തിൽ MP വീരേന്ദ്രകുമാർ, അതുപോലെ തന്നെ അയാളുടെ അനിയൻ വിജയപത്മൻ, നമ്മുടെ അന്തരിച്ച നമ്മുടെ കെ ജയേന്ദ്രൻ മാതൃഭൂമി കൊടുത്തൊരു പരസ്യത്തെ തുടർന്നാണ് ഏതാണ്ട് 80 ആൾക്കാരുണ്ടായിരുന്നു. വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രകൃതി സംരക്ഷണ സമിതിയുടെ നിരാന്തമായ അക്ഷീണമായ ഇഞ്ചോടിഞ്ച് നടത്തിയിട്ടുള്ളതായ ഞങ്ങളുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്നാണ് വയനാട്ടിൽ ഇന്ന് ഒരിറ്റ് വെള്ളമോ ഒരു ചെറിയ പച്ചപ്പോ ശേഷിക്കുന്നത് എന്ന് ഞാൻ അഭിമാനത്തോടുകൂടി പറയും. വയനാട്ടിലെ ജനവാസ മേഖലയിലേക്ക് പുലി ഇറങ്ങുന്നു. ഇപ്പം വാർത്തകൾ നടന്നിരിക്കുന്നത് കരടിയാണ്. ഇതൊക്കെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു, അതിനെ പറ്റിയുള്ള വാർത്തകൾ വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇതിന്റെ വയനാടിന്റെ ഒരു ആവാസ വ്യവസ്ഥ, വന്യജീവികളുടെയൊക്കെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ട്, അത് വളരെ തകർന്നു എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും വലിയൊരു ഇഷ്യൂ ആണ്, ധാരാളമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്.
വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. പിന്നെ വയനാട്ടിലെ ചാനലുകളും വയനാട്ടിലല്ല കേരളത്തിലെ ചാനലുകളിലും ഇന്നത്തെ പത്രങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പിന്നെ കരടിയാണ്. കരടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ വാസ്തവത്തിൽ എൻ്റെ ഓർമ്മയിൽ കരടി ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയിട്ടുള്ളതായ ഒരു ഇൻസിഡൻറ്റ് ആദ്യമാണ്. അത് വളരെ യാദൃശ്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. കാരണം കാട്ടിൽ എത്ര കരടി പെരിയതായിട്ട് എനിക്കറിയില്ല. വളരെ ആക്സിഡൻ്റലായിരിക്കാനാണ് സാധ്യത. പ്രശ്നം അതല്ല. വയനാട്ടിൽ ഇപ്പം ഇന്നത്തെ ഒരു സാഹചര്യം വളരെ വേദനാജനകവും വളരെ സ്ഫോടകാത്മകവുമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വയനാട്ടിൽ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഉടനീളം പത്രങ്ങളിലെ കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കടുവയാണ്. ടൈഗർ വയനാട്ടിൽ പണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രാതീത കാലം മുതലേ വയനാട്ടിൽ കടുവകളുണ്ട്. ഇവിടുത്തെ ആദിമനിവാസികളും ഇവിടുത്തെ പഴയകാല ജീവിച്ചിരുന്ന ചെട്ടിമാർ, പതിയർ തുടങ്ങിയുള്ളത് കുറിച്ചിലുള്ള ആദിവാസികൾ പുലിക്കുത്ത് എന്ന് പറഞ്ഞ നരിക്കുത്ത് എന്ന് പറഞ്ഞ ഒരു റിച്വൽ, ഒരു അനുഷ്ഠാനമുണ്ട് അവർക്ക്. അതെന്താണെന്ന് വെച്ചാൽ നാട്ടിലിറങ്ങി പശുക്കളെ കൊല്ലുന്ന കടുവകളെ കുറ്റിക്കാടുകളിൽ വളഞ്ഞിട്ട് വല കെട്ടി അതിനെ ദൈവത്തെയൊക്കെ കണ്ട് വലിയ ആഘോഷമായിട്ട് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി കുത്തി കൊല്ലുക. അപ്പം ധാരാളം കടുവകൾ ഉണ്ടായിരിക്കണമല്ലോ അത്. എന്നാൽ പിന്നീട് കടുവകളൊന്നും ഉണ്ടായിരുന്നില്ല. തമിഴ്നാട്ടിലുള്ള ഗൂഡല്ലൂർ പ്രദേശം, ആ ഗൂഡല്ലൂർ പ്രദേശം ഒരു ടൈഗർ റിസർവാണ്. അപ്പം വയനാടും ടൈഗർ റിസർവായി വരാൻ പോകുന്നു എന്നുള്ളതായ ഒരു തെറ്റായ പ്രചരണം ഉണ്ടായിരുന്നു. ആരും അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയില്ല. പക്ഷെ അത് ഉന്നിട്ടത് നമ്മുടെ അന്നത്തെ വയനാടിൻ്റെ ഉണ്ടായിരുന്ന MP ആയിരുന്ന ഷാനവാസിനായിരുന്നു. ഒരു ദിവസം നേരം വരുമ്പം വയനാട്ടിലെ മുഴുവൻ ടൗണുകളിലും നിരവധി ഫ്ലക്സ് ബോർഡുകൾ നമ്മൾ ഷാനവാസിൻ്റെ മുഖവും ശരീരം കടുവിൻ്റെതായിട്ട്, എന്നിട്ട് അതിനായിട്ട് വലിയ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായി. കഷ്ടകാലത്തിന് ആ സമയത്ത് അതങ്ങ് അവസാനിച്ച് 2012 ആദ്യമായി തുടങ്ങി. അത് അവസാനിക്കുമ്പോഴാണ് ഒരു ടൈഗറിനെ, ഒരു കടുവയെ വയനാട്ടിൽ ആദ്യമായിട്ട് നോർത്ത് വയനാട്ടിൽ വെച്ചിട്ട് പിടികൂടുകയും അതിനെ കൊണ്ടുവന്ന് കുറിച്യാട് വനമേഖലയിൽ റിലീസ് ചെയ്യുകയും ചെയ്യുന്നത്. അന്ന് ഞാനിവിടെ ഇല്ല, ഗോവയിൽ ഞങ്ങൾ പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു മീറ്റിങ്ങിന് പോയി. രാത്രി ട്രെയിനിൽ വരുമ്പം മംഗലാപുരത്ത് രാത്രി 12 മണിയായപ്പോഴാണ് അറിയുന്നത് ഇവിടുന്ന് വിളിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ, എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഈ വീട്, ഈ കാണുന്ന വീട്, കടുവ വന്നിട്ട് 2 പശുക്കളെയും തൊട്ടപ്പുറത്തുള്ളൊരു ശ്രീധരൻ്റെ വീട്ടിൽ പോയിട്ട് കുറേ ആടുകളെയും കൊന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ജനങ്ങൾ മുഴുവനും ക്ഷുഭിതമായിരിക്കുകയാണ്. ഇങ്ങോട്ട് വരണ്ട, ആയിരക്കണക്കിന് മനുഷ്യർ ഇവിടെ നേരം പറഞ്ഞാൽ തടിച്ചുകൂടും, പോലീസ് കാവലേർപ്പെടുത്തിൻ്റെ ഈ വീട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ വെച്ചാൽ വടകര എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലിറങ്ങി അവിടെ നിന്നിട്ട് സ്ഥിതി വിവരങ്ങളൊക്കെ അന്വേഷിച്ച്. ആ 2012 അന്ന് ഇവിടെ ഭയങ്കര പക്ഷമായിരുന്നു. ഉമ്മൻചാണ്ടിയൊക്കെ വന്നിട്ടുള്ള ഭയങ്കര പക്ഷം കടുവയ്ക്കെതിരായിട്ട്. അത് ആദ്യത്തെ സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ആ കടുവയെ ഈ ഇവിടെ വന്ന് 3-ാം ദിവസം അതിന് തൊട്ടടുത്തുള്ള തേലമ്പറ്റ വെച്ചിട്ട് വെടിവെച്ചു വന്ന് അതോടുകൂടി അവസാനിച്ചെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അന്ന് തന്നെ കേരളത്തിലെ ഇന്ത്യയിലെയും പേര് കേട്ട ടൈഗർ എക്സ്പേർട്സ് ഉണ്ട്, ടൈഗർ ബയോളജിസ്റ്റുകളുണ്ട്. ഉല്ലാസ് കാരന്തിനെ പോലുള്ളതായ കില്ലി തുടങ്ങിയുള്ളതായ ടൈഗർ ബയോളജിസ്റ്റുകളുമായിട്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അന്ന് തന്നെ ഉല്ലാസ് കാരന്ത് പറഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ വയനാട്ടിലെ കടുവകളുടെ എണ്ണമൊന്നും എടുത്തിട്ടില്ല. കടുവകളുടെ എണ്ണം ചെറിയ രീതിയിൽ നന്നായിട്ട് വയനാട്ടിലെ കാടുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇനി എല്ലാ വർഷവും 5-6 കടുവകൾ നാട്ടിലിറങ്ങി ജനവാസ കേന്ദ്രങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഹാൻഡിൽ ചെയ്യാനുള്ളതായ തയ്യാറെടുപ്പുകൾ വനം വകുപ്പ് എടുക്കണം. ആ നോട്ട് എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ടായാലും ഞാനന്ന് വനം വകുപ്പുകാരെ അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ച് എല്ലാ വർഷവും ഇപ്പം 2-3 കടുവകൾ ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങും. ഇതിൻ്റെ ഇടയ്ക്ക് വയനാട്ടിലൊരു 5 വയനാട്ടിൽ കടുവകൾ അതിൻ്റെ ഇടയ്ക്ക് കൊന്ന് ഭക്ഷിക്കുകയും ചെയ്ത്. പക്ഷെ അതൊക്കെ കാട്ടിൽ നിന്നോ ആക്സിഡൻ്റലായിട്ടോ ഉണ്ടായ സംഭവമാണ്. ആദ്യത്തെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള നൂൽപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഭാസ്കരനാണ്. അയാൾ ശരിക്കും കാട്ടിൽ പോയിട്ട് വിറക് കിട്ടിയായിരുന്നു. കുനിഞ്ഞിരിക്കുന്ന മനുഷ്യരെ മാത്രമേ കടുവ ആക്രമിക്കൂ, നിൽക്കുന്ന മനുഷ്യരെ കൊല്ലൂല. കാട്ടിനുള്ളിൽ നിന്നാണ്. വേറൊരു കാട്ടുനായ്ക്കനെ നമ്മുടെ വടക്കനാട് വെച്ചിട്ടാണ്, വേറെ ഒന്ന് ചെട്ടിയാരത്തൂർ വെച്ചിട്ടാണ്, അതും കാട്ടിനുള്ളിലാണ്. വേറൊന്ന് നോർത്ത് വയനാട്ടിലെ
പിന്നെ ബേഗൂർ കാട്ടിൻ്റെ ഉള്ളിലാണ്, അതും കാട്ടിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഒരാളെ കൊണ്ട് സമീപകാലത്തായിട്ട് ഒരു കൃഷിക്കാരനെ സ്ട്രേ ആയിട്ട് ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന അപൂർവ കടുവകളുണ്ട്. അങ്ങനെയൊരു കടുവയുടെ മുമ്പിലേക്ക് കൂടെ ഉണ്ടായിരുന്നതായ മറ്റേ കുറിച്ച സമുദായത്തിൽപ്പെട്ടവർ അങ്ങോട്ട് പോകണ്ടെന്നും പറഞ്ഞിട്ട് വെല്ലുവിളിച്ച് പോയ തോമസിനെ കടുവ ഓടി വന്ന് ആക്രമിക്കുകയും അതിൻ്റെ അടിയേറ്റിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ഹൃദയാഘാതം മൂലം മരിക്കുകയും ചെയ്ത്. പിന്നെ ഉണ്ടായിട്ടുള്ളത് ഈ സമീപകാലത്ത് ഒരു മാസം മുമ്പ് വാഗേരിയിൽ ഉണ്ടായിട്ടുള്ള, അതും കാട്ടിൻ്റെ കാട്ടിലല്ലെങ്കിലും വളരെ കാട്ടിൻ്റെ പരിസരത്തുള്ള പുല്ല് നിറഞ്ഞ പ്രദേശത്ത് പുല്ലരിയായിരുന്നു. ഇതിങ്ങനെ കാടിൻ്റെ പരിസരത്ത് വെച്ചിട്ടാണ് ഈയിടെ വാഗേരി വെച്ച് കൊന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ വയനാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വയനാട്ടിലൊരു ഞാനൊക്കെ പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങുന്ന കാലത്തും അതിനുശേഷം 10-15 വർഷം കഴിഞ്ഞിട്ടും വയനാട്ടിൽ വന്യജീവി സംഘർഷം ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്തുകൊണ്ട് സംഘർഷം കൂടി? ആദ്യമായിട്ടുണ്ടാകുന്നത് പന്നിശല്യം അന്ന് എല്ലാ സ്ഥലത്തും ഉണ്ട്. ജനങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അന്നും ഇന്നും പന്നിയാണ്. ആനകളെ ഒരു പരിധി വരെ ആനകളുടെ ശല്യം ആനകളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ ജനം തയ്യാറാണ്. വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവും. പണ്ടില്ലാത്ത വിധത്തിൽ ആനകളുടെ ശല്യം വർദ്ധിച്ചിട്ടുണ്ട്. മുമ്പ് കേട്ടിട്ടില്ലാത്ത വിധത്തിൽ കടുവകൾ എല്ലാ കൊല്ലവും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് വയനാട്ടിലെ സാഹചര്യം. അത് കൂടാതെ ഇപ്പോൾ കരടി പേരിനാണെങ്കിൽ ആദ്യത്തെ സംഭവമാണെങ്കിൽ വന്നിട്ടുണ്ട്. മയില് വയനാട്ടിലുണ്ടായിരുന്നില്ല. മയില് വന്നിട്ട് കൃഷിയിടങ്ങളിലെ നെല്ല് അത് തിന്നു കളയുന്നുണ്ട്. കുരങ്ങിൻ്റെ ഉണ്ടായിരുന്ന കോൺഫ്ലിക്റ്റ് കൂടി. എന്താണ് വയനാട്ടിൽ ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, താങ്കൾ ഉദ്ദേശിച്ച വയനാടിൻ്റെ പരിസ്ഥിതി തകർച്ചയാണ്. ഒന്ന് എന്താ വെച്ചാൽ വയനാട്ടിൽ മൊത്തം 1000 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്ററോളം കാടാണുള്ളത്. 900 ശിഷ്ടം സ്ക്വയർ കിലോമീറ്റർ കാടാണുള്ളത്. ഏതാണ്ട് 90,000 ഹെക്ടർ എന്ന് വേണേൽ നമുക്ക് കണക്കാക്കാം. 1,00,000 ഹെക്ടറിൻ്റെ അടുത്ത്. ഇതിൽ 38,000 ഹെക്ടറും ഏതാണ്ട് 1/3 മോണോകൾച്ചറാണ്. നമ്മുടെ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ഇവിടെ പ്രക്ഷോഭം ആരംഭിച്ചത് മോണോകൾച്ചറിനും സെലക്ഷൻ ഫെല്ലിങ്ങിനും എതിരായിട്ടാണ്. യൂക്കാലിപ്റ്റസ് തുടങ്ങിയതായ ഒരുപാട് തോട്ടങ്ങൾ, ഏകവിള തോട്ടങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കി. നല്ല ഒന്നാന്തരം കാട് വെട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. വയനാട് വന്യജീവി കേന്ദ്രം 333.4 സ്ക്വയർ കിലോമീറ്ററിൽ 100 സ്ക്വയർ കിലോമീറ്ററിലധികം തേക്ക്, യൂക്കാലിപ്റ്റസ് തുടങ്ങിയ കാടുകളാണ്, ഏകവിള തോട്ടങ്ങളാണ്. അവശേഷിച്ചിട്ടുള്ളതിൽ ഏതാണ്ട് 1/4 ഇപ്പം സന്ന സ്പെക്ടാബിലസ് എന്ന് പറയുന്നതായ ഒരു അധിനിവേശ സസ്യം കീഴടക്കിയിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ മാൻ പോവില്ല, ആന പോവില്ല, കടുവ പോവില്ല, പുല്ല് പോലും മുടക്കൂല എന്ന് മാത്രമല്ല ടോക്സിക്കാണ്. അതായത് വിഷം ആണ്. തൊലിയും ഇലയും എല്ലാം ടോക്സിക്കാണ്. അത് ഇതിനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെടികൾ ഇവിടുന്ന് വന്നു. ഈ സന്ന സോഷ്യൽ ഫോറസ്റ്റ് കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്താണ്. കാട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടില്ല. അവർ നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സോഷ്യൽ ഫോറസ്റ്റ് നഴ്സറി ഉണ്ടാക്കിയ കാട്ടിൻ്റെ ഉള്ളിലാണ്. അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്ത് നീലഗിരി ജൈവ മേഖല മുഴുവനും, വയനാട്, പിന്നെ നാഗർഹോളെ, ബന്ദിപ്പൂർ, മുതുമല എല്ലാം സ്പ്രെഡ് ചെയ്ത് ഇവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അതാണ് പറയുന്നത്. അതിൻ്റെ പുറമെ ഈ മോണോകൾച്ചർ വരുന്നതോടുകൂടിയും ഈ അധിനിവേശ സസ്യങ്ങൾ വരുന്നതോടൊപ്പം തന്നെ കാട് കൊല്ലാകൊല്ലങ്ങളിൽ കത്താൻ തുടങ്ങി. 1984 ഞങ്ങൾ ആരംഭിച്ചാണ് കാട്ടുതീക്കെതിരായുള്ള ബോധവൽക്കരണം. അന്ന് വനം വകുപ്പ് കാട് കത്തണമെന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. ഇന്ന് അവർ മാറിയിട്ടുണ്ട്. പക്ഷെ കാട് എല്ലാ കൊല്ലവും കത്തുകയാണ്. കാട് എല്ലാ കൊല്ലവും കൂടി കത്തി കുറ്റിച്ചെടികളൊക്കെ കത്തുമ്പോൾ എന്താ സംഭവിക്കുക? കാട് വന്ധ്യയാവും, വരളും. അതിൻ്റെ പുറമെ 25,000-ഓളം കന്നുകാലികൾ ഈ വന്യജീവി സംഘത്തിനുള്ളിൽ മാത്രം പുലരുന്നുണ്ട്. 25,000 കന്നുകാലികൾ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് തീറ്റ എടുത്ത് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഒരു കന്നുകാലി 10 കിലോഗ്രാം കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം ബയോമാസാണ് പുറത്തേക്ക് വരുന്നത്? ഇതെല്ലാം കൂടി കാട്ടിൻ്റെ ഉള്ളിലുള്ള ജലലഭ്യത. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വയനാടൻ പ്ലാറ്റ്യൂവിനുള്ളൊരു പ്രത്യേകത ഉണ്ട്. അത് മാധവ് ഗാഡ്ഗിൽ ഗവേഷണം നടത്തിയിട്ട് പ്രഖ്യാപിച്ചതാണ്. വയനാട്ടിലെ മാവിനുള്ള കാടുകൾ, പ്രത്യേകിച്ച് മുത്തങ്ങ കാടുകൾ, ബാംബുവിൻ്റെ മുളയുടെ ഒരു വലിയ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. വലിയ വിശാലമായിട്ടുള്ളതായ സ്വാംസ് ഉണ്ടായിരുന്നു. സ്വാംസ് കൊല്ലികൾ ഉണ്ടായിരുന്നു. അതൊക്കെ മോണോകൾച്ചർ വന്നതോടുകൂടി മുളയും പോയി. ഇതുണ്ടല്ലോ ആത്തിക്കണ്ടങ്ങൾ അല്ലെങ്കിൽ ഈ ചതുപ്പുകൾ, അതൊക്കെ വറ്റി വരണ്ട് അത് പാറ സമാനമായി. ഈ ബാംബു സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് തന്നെ ട്രഡീഷണൽ മൈഗ്രേഷൻ ഉണ്ട്. പരമ്പരാഗത
പിന്നെ പലായനം, പിന്നെ പിന്നെ ദേശാടനം, ദേശാടനം. അതെന്താണെന്ന് വെച്ചാൽ എല്ലാ സമ്മറിൽ ഇപ്പോൾ ഇതാക്കുന്ന ആനകളൊക്കെ നമ്മുടെ വയനാട്ടിലേക്ക് വന്നു. അതിന് കുടിക്കാൻ ആവശ്യമുള്ള വെള്ളവും തീറ്റയും ഈ സാമ്പിളിലൊക്കെ പറ്റിപ്പോയില്ലേ, പുഴ കബനി പറ്റിയില്ലേ, നൂഗു അതിൻ്റെ ഇടയിൽ കൂടി പോകുന്ന നമ്മളെ നൂൽപ്പുഴയിൽ കൂടി പോകുന്ന നൂഗു പറ്റിപ്പോയി. അതിലേക്ക് വെള്ളം ചേർത്തിരുന്ന സ്വാമ്പ് മുഴുവനും പാറയായിപ്പോയി. ബാമ്പു ഇല്ല, തീറ്റയില്ല. പുതുമഴ പെയ്യുന്നതോടുകൂടി ഇവിടെയൊക്കെ തളിർക്കുകയും ഇവിടെയൊക്കെ വെള്ളം വരികയും ബന്ദിപ്പൂരിലൊക്കെ വെള്ളം വരികയും ഈ ആനകളൊക്കെ അങ്ങോട്ട് പോകും. പിന്നെ കുറച്ചുകൂടും കഴിഞ്ഞാൽ തണുപ്പ് കാലം വരുന്ന നേരം അത് ഈ സത്യമംഗലത്തേക്ക് പോകും. അതങ്ങനെ ഒരു പരമ്പരാഗതമായ ഒരു ട്രഡീഷണൽ മൈഗ്രേഷനാണ്. ഇങ്ങനൊക്കെ എത്തുന്ന ഈ ആനകൾ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ടൈഗറിന് എന്താ സംഭവിച്ചത്? ടൈഗർ സ്വാഭാവികമായിട്ടും വയനാടിൻ്റെ കാടുകൾക്ക് ചുറ്റുമുള്ളത് വയനാട്ടിൽ ഒരുപാട് ടൈഗർ റിസർവുകളാണ്. ഒന്ന് മുതുമലൈ നാഷണൽ പാർക്കിൻ്റെ ടൈഗർ റിസർവ് വളരെ ഗംഭീരമായിട്ട് പരിപാലിക്കുന്നുണ്ട് അവർ. അതിൻ്റെ തൊട്ടടുത്ത് ബന്ദിപ്പൂർ വയനാടിന് ഇങ്ങനെ ഒരു വളയം പോലെ, അരിവാൾ പോലെ വയനാടിനെ ചുറ്റി നിൽക്കുകയാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. വയനാടിൻ്റെ സൗത്ത്, നോർത്ത്, ഈസ്റ്റ് ഈ പ്രദേശങ്ങൾക്ക് ചുറ്റും വലിയ റിസർവാണ്. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി പരിപാലിക്കുന്ന ഏറ്റവും കൂടുതൽ ടൈഗറുള്ള കടുവകളുള്ള അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയാണ് അവിടെ. അതും വയനാടിന് ചുറ്റുമാണ്. അതിന് തൊട്ടപ്പുറത്ത് നാഗർഹോളെ ടൈഗർ റിസർവ് തന്നെ നാഷണൽ പാർക്ക്, അതിന് തൊട്ടപ്പുറത്ത് കാവേരി, അതിന് തൊട്ടപ്പുറത്ത് ബ്രഹ്മഗിരി, ഇതൊക്കെ ടൈഗർ റിസർവുകളാണ്. ഇവിടെ നിന്നും ഇവിടെയൊക്കെ തന്നെ പിന്നെ സമീപകാലത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ധാരാളം മാനുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കാട് കുറച്ച് തിക്കാകാൻ തുടങ്ങി, കുറച്ചുകൂടി തിക്കാകാൻ തുടങ്ങി. അപ്പം വയനാട്ടിൽ സംഭവം എന്താ വെച്ചാൽ വയനാട് ഡീഗ്രഡേഷൻ ഉണ്ടാകുന്നു. നേരെ മറിച്ച് വയനാടും കാടുകൾ ശുഷ്കിക്കുന്നു ആവാസ വ്യവസ്ഥ. അപ്പം ധാരാളം പുല്ലുകളുണ്ടാവും. പുല്ലുകളുണ്ടാകുമ്പം ആ പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് കാട്ടുപോത്ത്, മലമാന്, അതുപോലെ തന്നെ പുള്ളിമാനിൻ്റെ കൂട്ടമായിട്ട് വയനാട്ടിലേക്ക് വന്നത്. വയനാട്ടിൽ അത് പെറ്റി വരിക. സ്വാഭാവികമായിട്ടും ഈ മൃഗങ്ങളുടെ പിന്നെ ഇര പിടിക്കുന്ന ഇതിങ്ങളെ തിന്നുന്ന കടുവകൾ വയനാട്ടിലേക്ക് വരാൻ തുടങ്ങി. മാത്രമല്ല വളരെ ഞാനീ പറഞ്ഞ ടൈഗർ റിസർവുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇതില്ലാത്ത യാതൊരു വിധത്തിലുള്ളതായ ശല്യങ്ങളും ഇല്ലാത്ത ഒരു അൺവയലേറ്റഡ് ആയിട്ടുള്ളതായ ടൈഗർ ആവാസ വ്യവസ്ഥകളാണ്. അപ്പോൾ അവിടെ ടെറിട്ടോറിയൽ ഫൈറ്റിൻ്റെ മുകളിൽ കൂടുതൽ ദുർബലരായ ഈ ടൈഗേഴ്സൊക്കെ ഈ കാട്ടിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ വയനാട്ടിൻ്റെ കാടുകളിൽ ദുർബലരായ പ്രായമുള്ള കടുവകളുടെ എണ്ണം പെരുകി. ഇതിൽപ്പെട്ട ഒരു വിഭാഗം എന്താണെന്ന് വെച്ചാൽ വയനാട്ടിലെ തോട്ടങ്ങൾക്ക് കുറേ കാലമായിട്ട് സംഭവം നടന്നിട്ടുണ്ട്. അതെന്താ വെച്ചാൽ വയനാട്ടിലെ തോട്ടങ്ങൾ പൊതുവേ ആദായകരമല്ലാത്തത് കൊണ്ട് തോട്ടങ്ങൾ വേണ്ടത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ആ തോട്ടങ്ങളിലേക്ക് ഈ കടുവകൾ കുടിയേറാൻ തുടങ്ങി. ഇപ്പോൾ തോട്ടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള വയനാട്ടിലെ മുഴുവൻ കടുവകളും തോട്ടങ്ങളിൽ നിന്നാണ് വന്നത്. ഇതെല്ലാം കൂടിയിട്ടുള്ള അതിസങ്കീർണമായ ഒരു പരുവത്തിലാണ് വയനാട്ടിലെ ഇപ്പോൾ നിൽക്കുന്നത്. വയനാടിൻ്റെ വന്യജീവി മനുഷ്യ പ്രശ്നം പരിഹരിക്കുക എളുപ്പമല്ല. കാടും നാടും വേർതിരിക്കാൻ സാധ്യമല്ല. കാട്ടിൻ്റെ ഉള്ളിലേക്കുള്ളതായി 25,000 കന്നുകാലികളെ വളർത്തുന്നത് ആദിവാസികളൊന്നുമല്ല. ആദിവാസികൾ വളരെ കുറഞ്ഞ കന്നുകാലികളെ വളർത്തുന്നുള്ളൂ. അത് വളർത്തുന്നത് പുറത്തു നിന്നുള്ള ആൾക്കാരുടെ ബിനാമികളാണ് ആദിവാസികൾ. അത് വളർത്തണ്ട എന്ന് പറഞ്ഞ് നിയമ നിർമ്മാണം നടത്തിയാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ സമ്മതിക്കില്ല. കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് വിറകെടുക്കണ്ട, കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് മറ്റു കാര്യങ്ങൾ നടത്തണ്ട എന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കില്ല. കാട്ടിലുള്ള വന്യജീവികൾ പുറത്ത് വരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതും ഇവർ തന്നെ പറയുന്നത്. ഈ ഹാബിറ്റേറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതായ ഒരു നടപടികളും ഉണ്ടാവുന്നില്ല. വയനാട്ടിൽ അടിയന്തരമായി ചെയ്യേണ്ടത് ടൂറിസത്തിന് കർക്കശമായ നിരോധനം നമ്മൾ പറയുന്നത് അത് വരുത്തിയേ പറ്റൂ. കാട്ടുതീ തടഞ്ഞേ പറ്റൂ. നിലവിലുള്ള മോണോകൾ ശേഖരവിളത്തോട്ടങ്ങൾ ഗ്രാജുവലാണെങ്കിലും മാറ്റി ആവാസ വ്യവസ്ഥയെ പുനരുജ്ജീവിച്ചേ പറ്റൂ. അങ്ങനെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ലോങ് ടൈം ആയിട്ടുള്ളതായ ഒരു സ്ട്രാറ്റജിയിലൂടെ മാത്രമേ ശാശ്വതമായി ഒരു പരിധി വരെയെങ്കിലും വയനാട്ടിലെ പരിസ്ഥിതി പരിഹരിക്കാൻ പറ്റും. അതിൻ്റെ ഇടയിലാണ് ബോച്ചെ. ഞാൻ ആ വാക്ക് ബോച്ചെ എന്ന് പറയുന്നത് ഈ ബേബി ചെമ്മനെ പോലുള്ളതായ ചില വിദ്വാൻമാർ വന്നിട്ട് അവശേഷിക്കുന്ന ഒരു വയലേഷനും ഇല്ലാത്ത താരതമ്യേന ശാന്തമായിട്ടുള്ളതായ പ്രദേശങ്ങളിൽ വലിയ ബഹളങ്ങളും വലിയ ആട്ടും പാട്ടവും വലിയ രീതിയിലുള്ളതായ റോപ്പ് വേകളും അതിൻ്റെ ഉള്ളിലുള്ള റോഡുകളും ടൂറിസം ഹട്ടുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
സ്വാഭാവികമായിട്ടും ഇതുവരെ വന്യജീവി പ്രശ്നമില്ലാതിരുന്ന മേപ്പാടി ഏരിയയിൽ ഇപ്പം എന്താ കടുവകളും ആനകളും പന്നികളും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി കോൺഫ്ലിക്റ്റ് ഇല്ലാത്തൊരു ഭാഗമായിരുന്നു അവിടെ, ആ ഭാഗത്ത് കോൺഫ്ലിക്റ്റ് കൂടാൻ പോവുകയാണ്. ബാദുഷക്ക ഒരു വായനയിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. വായന തന്നെ തീർച്ചയായിട്ടും. എനിക്ക് മറ്റു ഗുരുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ഈ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രവർത്തന മേഖല എന്നുള്ളത് പ്രകൃതിയോട് ചേർന്നുള്ള, പ്രകൃതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. പിന്നെ രാഷ്ട്രീയം വിടുകയാണ്. ആ അർത്ഥത്തിലുള്ള രാഷ്ട്രീയം വിട്ടു, പ്രകൃതിയുടെ പരിസ്ഥിതിയിലെ രാഷ്ട്രീയത്തിന്, പ്രകൃതിക്ക് വേണ്ടി മാത്രം. അപ്പം ഇപ്പൊ നമ്മൾ കാണുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അധികാരം ഒക്കെ ഈ പ്രകൃതിക്കെതിരാണെന്ന് തോന്നലുകൊണ്ടാണോ ഈ രാഷ്ട്രീയമൊക്കെ മാറിയിട്ട് പ്രകൃതിക്ക് വേണ്ടി മുഴുവൻ സമയം? രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ മാറുന്ന അങ്ങനെയല്ല. കാരണം ഞാൻ കുറച്ച് പല കാര്യങ്ങളും കുറച്ച് വൈകാരികമായി പ്രതികരിക്കുന്ന ആളാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഞാൻ ആദ്യം നിങ്ങൾ സൂചിപ്പിച്ച പോലെ എന്നെ ആരും ഒരു രാഷ്ട്രീയ ഗുരു ഒന്നും കൊണ്ടുവന്നിട്ടല്ല. ഞാൻ എൻ്റെ വായനയുടെ ഫലമായിട്ട് എന്നിലുണ്ടാവുന്ന ഒരു ബോധം എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ആക്കാൻ ഞാൻ വെറും കമ്മ്യൂണിസ്റ്റ് പോരായിരുന്നു. സായുധ വിപ്ലവവും മോചനവും ആദിവാസികളുടെയും കർഷകരുടെയും സാധാരണക്കാരുടെയും ആത്യന്തികമായ മോചനം കമ്മ്യൂണിസത്തിലൂടെ നടക്കൂ എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ച് അതിൻ്റെ കൂട്ടത്തിൽ നിന്നിരുന്നു. അങ്ങനെയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായത്. കുറച്ച് കാലം കഴിഞ്ഞപ്പം സംശയം എന്നെ പിടികൂടി. ആ പിടികൂടിയതിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ ചില അനുഭവങ്ങൾ, അതായത് ഈ ആനവേട്ടയ്ക്കും ചന്ദനം കള്ളക്കടത്തിനും ഒക്കെ എതിരായുള്ളതായ പ്രക്ഷോഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ ആ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും കൂടെ നിന്നിട്ട് അതിനോട് എനിക്ക് സംശയം തോന്നിയപ്പോൾ, അത് ജനകീയ പ്രശ്നങ്ങളിൽ ഞാൻ വിചാരിച്ച പോലെ ഒപ്പം നിൽക്കുന്നതെന്ന് ബോധ്യം വന്നപ്പോൾ, അപ്പോഴേക്കും അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ നക്സലൈറ്റ് പ്രസ്ഥാനമാണ് ശരിയെന്ന് എനിക്ക് തോന്നി. ഞാൻ നക്സലൈറ്റ് പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് നക്സലൈറ്റ് പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് ജനകീയ സാംസ്കാരിക വേദിയിൽ കൂടെ നിന്നു. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാലം പ്രവർത്തിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അപ്പോഴാണ് എനിക്ക് മാറുന്നത് ഇതും മറ്റതുപോലെ തന്നെ ഒരു മരീചികയാണ്, സാധാരണക്കാർ, പാവപ്പെട്ടവർ. അതിൽ എനിക്ക് വലിയൊരു മാറ്റം ഉണ്ടായി. അത് ഭൂമി കൂടിയാണ്, അതുമായി അഭേദ്യമായി ബന്ധപ്പെട്ട ജനങ്ങളെ ഉള്ളൂ, ആദിവാസികളെ ഉള്ളൂ, സാധാരണക്കാരെ ഉള്ളൂ. ഭൂമിയുമായും പ്രകൃതിയുമായും, പ്രകൃതിയാവുന്ന നമ്മുടെ അമ്മ, നമ്മുടെ ഭാരതീയ സങ്കല്പിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയമാണ് ശരിയായ രാഷ്ട്രീയം. എൻ്റെ ആ രാഷ്ട്രീയ ബോധത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഒരു നൈരന്തര്യമാണ് വാസ്തവത്തിൽ എൻ്റെ പരിസ്ഥിതി പ്രവർത്തനവും. ഈ സംസ്ഥാനത്തിന് പുറത്ത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വിവിധ യാത്രകൾ സുന്ദർലാൽ ബഹുളെ കാണുന്നു, അതൊക്കെ എങ്ങനെയാണ്? വയനാട്ടിലെ പ്രകൃതി സംരക്ഷണ സമിതി നടത്തിയിട്ടുള്ളതായ ഒരുപാട് പോരാട്ടങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് എടക്കൽ ഗുഹ സംരക്ഷണം ഓൾ ഇന്ത്യ തലത്തിൽ അതിൽ ചരിത്രകാരന്മാരും മറ്റ് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യപ്പെടുന്ന ആൾക്കാരും ഞങ്ങളോട് ഐക്യപ്പെടുകയും ഞങ്ങളുടെ വിലാസങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും ഞങ്ങളുമായിട്ട് ഐക്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ ആദ്യമെന്ന് പറഞ്ഞിട്ട് വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഈ ഇതുണ്ടല്ലോ, ഈ പുറത്തുനിന്ന് വന്നിട്ടുള്ളതായ അക്കേഷ്യ തുടങ്ങിയിട്ടുള്ള യൂക്കാലിപ്റ്റസ് തുടങ്ങിയതായ അധിനിവേശ സസ്യങ്ങൾക്കെതിരായിട്ടുള്ളതായ മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റിൽ ഞങ്ങൾ നടത്തിയെന്ന് വെച്ചാൽ വയനാടിൻ്റെ കുന്നിൻ പ്രദേശങ്ങളിൽ ബ്രഹ്മഗിരി മലനിരകളിലും ചേമ്പ്ര മലനിരകളിലും ഒക്കെ വൻതോതിൽ അക്കേഷ്യ നട്ടുപിടിപ്പിച്ചു. അതിനെ ഞങ്ങൾ അപ്രൂവ് ചെയ്തതിന് അത് ഹിന്ദു പോലുള്ളതായ പത്രങ്ങളിൽ, വലിയ ദേശീയ പത്രങ്ങളിൽ വൻ പ്രാധാന്യത്തോടുകൂടി വന്നു. അത് കണ്ടിട്ടാണ് വാസ്തവത്തിൽ സുന്ദർലാൽ ബഹുഗുണാജി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കർണാടകത്തിലെ അപ്പിക്കോ മൂവ്മെൻറ്റിൻ്റെ പാണ്ഡുരംഗ ഹെഗ്ഡെയെ വയനാട് സമിതിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി വിടുന്നത്. അത് ഡൽഹിയിൽ വെച്ച് വായിച്ചിട്ട് ഫ്രണ്ട് ലൈനിൽ ഞങ്ങളെക്കുറിച്ചുള്ള വാർത്ത, വയനാട് സമിതിയെക്കുറിച്ചുള്ള ലേഖ ഉണ്ടായിരുന്നു. അത് കേട്ടിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ബഹുഗുണാജിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ 1988 സുന്ദർലാൽ ബഹുഗുണാജിയായിട്ട് നമ്മൾ വലിയ ബന്ധമായി. അദ്ദേഹം ഇവിടെ വരാൻ തുടങ്ങി. അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. ഈ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് സ്വിമ്മിംഗ് പൂളുകൾ വരുന്നു, അത് ഭൂഗർഭജലം വളരെ രീതിയിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ. എങ്ങനെയാണ് പ്രകൃതി ഇതിന്റെ ഒരു അത് വയനാടിന്റെ എന്താ വെച്ചാൽ ഭൂഗർഭജലം വെച്ചാൽ വയനാടിന്റെ വെള്ളം
ഗുപ്തഗാമി എന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ വെള്ളം പല വിധത്തിൽ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. മോണോകൾച്ചർ വരുന്നതോടെ തന്നെ വെള്ളത്തിൻ്റെ ഒരു അംശം മാറി. രണ്ടാമത് വയനാടിൻ്റെ ജലസംഭരണി വാട്ടർ ടവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാടിൻ്റെ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരുവുകളാണ്. പടിഞ്ഞാറൻ ചെരുവിലുള്ള പുഴകളും അരുവികളും ഒക്കെ കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിലേക്കാണ് പോവുക. കിഴക്കൻ ചെരുവുകളിലുള്ളതായ ഉറവകൾ കുറഞ്ഞതൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ട് ചാലിയാർ പുഴയിലേക്കുള്ള എന്ന് വെച്ചാൽ 99% കാച്ച്മെൻറ്റ് ഏരിയ, കബനിയുടെ കാച്ച്മെൻറ്റ് ഏരിയകൾ ഈ പ്രദേശത്താണ്. അവിടെയാണ് ഈ ഭൂഗർഭജലം തുരത്തലും ചില സ്ഥലത്ത് വെള്ളം വളരെ സ്പീഡിയായിട്ട് പുറത്തേക്ക് വിടുക. കാട് നശിക്കുന്നതോടെ തന്നെ ജലം ഭൂമിയിലേക്ക് ഇറങ്ങില്ലല്ലോ. മണ്ണിടിച്ചിലുണ്ടാവും, ഉരുൾപൊട്ടലുണ്ടാവും, പാറകൾ ഉരുളും. പിന്നെ വലിയ രീതിയിലുള്ള നിർമ്മിതികൾ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള വെള്ളം മഴ പെയ്യുന്ന മഴപ്പെയ്ത്തൊക്കെ തന്നെ കുത്തിയൊലിച്ച് താഴോട്ട് പോരും. എന്നിട്ട് താഴെ പ്രളയം ഉണ്ടാവും. പനമരം, നൂൽപ്പുഴ തുടങ്ങിയുള്ള പുഴകൾ എല്ലാം സംഭവിക്കാൻ തുടങ്ങി. പണ്ടൊന്നും ഇല്ലാത്ത വിധത്തിൽ മഴ നന്നായിട്ടൊന്ന് പെയ്താൽ പ്രളയം ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ വയനാടിൻ്റെ ജലക്ഷാമത്തെയും വയനാടിൻ്റെ സ്വസ്ഥതയെയും കൃഷിയെയും ആത്യന്തികമായി വയനാടിൻ്റെ കൃഷിയെ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ഏത് പാർട്ടി ഒരു പരിസ്ഥിതി പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ പരിസ്ഥിതിക്കെതിരെ ആയി മാറുന്ന ഒരു കാഴ്ച പൊതുവെ ഉണ്ട്. പരിസ്ഥിതി പ്രവർത്തകർക്കെതിരെ കാഴ്ച അല്ലല്ല. കേരളത്തിൽ മുഖ്യമന്ത്രിയോ വൈദ്യുതി മന്ത്രിയോ വനം വകുപ്പ് മന്ത്രിയോ ആയാൽ 4 പരിസ്ഥിതി വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയാലേ അവർക്ക് കേരളത്തിൽ ഭരിക്കാൻ പറ്റൂ. അത്രയും പരിസ്ഥിതി വിരുദ്ധമായ ഒരു വലിയ ഈ എടക്കൽ ഗുഹ മൂവ്മെന്റിന്റെ വിഷയത്തിലൊക്കെ ഉണ്ടായ സമയത്ത് എടക്കൽ എന്താ വെച്ചാൽ ഇന്ത്യയുടെ വേൾഡിലെ തന്നെ വളരെ വലിയ ഒരു പൈതൃകമാണ്. 5000 കൊല്ലം പഴക്കമുള്ള മോണോലിത്തിക് പീരീഡിലുള്ള കാർവ് ചെയ്തുള്ളതായ ഈ എടക്കൽ ചിത്രങ്ങൾ, അതിൻ്റെ ഒരു പാരമ്പര്യം അത് കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഒരു പൊതു സ്വത്താണ്, ലോകത്തിൻ്റെ പൈതൃകമാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ അതിൻ്റെ ചുറ്റും കോറികൾ കൊണ്ടുവരുന്നതിൽ എല്ലാ പാർട്ടികളും മത്സരിച്ചിട്ടാണ് കോറി കൊണ്ടുവന്നത്. അതിനെതിരായി നിന്നപ്പോഴാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം, അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരൻ, അയാൾ കൽപ്പറ്റയിൽ വന്നവൻ ഞങ്ങൾ പ്രകടനം നടത്താൻ വന്ന് ബസ്സിലൊന്ന് ഇറങ്ങുമ്പോഴേക്ക് ഞങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് ജയിലിട്ട്. എന്നിട്ട് ഈ ജയേന്ദ്രനും അതുപോലെ തന്നെ കൽപ്പറ്റയിലെ പത്രപ്രവർത്തകരും പ്രകടനമായി നടത്തിയിട്ടാണ് ഞങ്ങളെ മോചിപ്പിക്കുന്നത്. എടക്കൽ കേവ് നിലകൊള്ളുന്ന അമ്പുകുത്തി തവിടുപൊടിയാക്കും എന്നുള്ള വാശിയിൽ നിന്ന് CPM അതിനേക്കാൾ 10 മടങ്ങ് വാശിയിൽ, കാരണം അവരാണല്ലോ തൊഴിലാളികളുടെ ആൾക്കാർ. ഞങ്ങളുടെ പ്രക്ഷോഭത്തെ തുടർന്ന് അന്ന് വയനാട് ജില്ലാ കലക്ടറായിരുന്ന രവീന്ദ്രൻ തമ്പി ഈ എടക്കലിൻ്റെ ചുറ്റുമുള്ളതായ കോറികൾ ബാൻ ചെയ്ത്. പിറ്റേ ദിവസം കരുണാകരൻ്റെ പ്രസ്താവന വന്നു ഫ്രണ്ട് പേജ് പത്രങ്ങളിൽ, കലക്ടർ സർവാധിപതിയല്ല. അയാൾ ചമ്മിപ്പോയി. മാത്രമല്ല അയാളോട് പിൻവലിക്കാൻ പറഞ്ഞു. പിൻവലിച്ച അയാളെ ഇവിടുന്ന് മാറ്റി. അപ്പോഴേക്കും ഇന്ത്യ ആകെ പറന്ന് പിടിച്ചിരുന്നു. കേരളത്തിൽ മാത്രമല്ല, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇർഫാൻ ഹബീബ്, ഡോക്ടർ രാജൻ ഗുരുക്കളും MGS നാരായണൻ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഹിസ്റ്റോറിയന്മാരാണല്ലോ. തമിഴ്നാട്ടിലുള്ള ഐരാവതം, ഇവരെല്ലാം അത് ഏറ്റുപിടിച്ചിരുന്നു. അവരെല്ലാവരും കൂടിയിട്ട് ഇർഫാൻ ഹബീബിൻ്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയെ പോയി കണ്ട് രാജീവ് ഗാന്ധി അവിടുന്ന് നേരിട്ട് കേരള ഗവൺമെൻറ്റിന്, കാരണം കോൺഗ്രസ് ഗവൺമെൻറ്റാണ് കരുണാകരൻ്റെ, അടിയന്തരമായിട്ട് ഇത് ബാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബാൻ ചെയ്തിട്ടാണ് ഇന്ന് എടക്കൽ ഗുഹ നിലനിൽക്കുന്നത്. സമാനമായ വിഷയം ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് ഈ പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം കേരളത്തിൽ വന്നിട്ടുള്ള വനം മന്ത്രിമാരുടെ കൂട്ടത്തിൽ എല്ലാ മന്ത്രിമാരുടെയും 1957 കൃഷ്ണൻ മന്ത്രി മുതൽ എല്ലാ മന്ത്രിമാരും കാട് അവരുടെ ഒരു അക്ഷയഖനിയാണ്. അവരുടെ പാർട്ടീൻ്റെയും പണം ഉണ്ടാക്കൽ, അത് വെട്ടി നശിപ്പിക്കുക, കാടിനെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ എന്തുകൊണ്ടോ ഗണേഷ് കുമാർ അതിന് തയ്യാറായിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അയാൾ അച്ഛൻ ബാലകൃഷ്ണപിള്ള ഈ ആയിട്ട് അയാൾ ഇടയുന്നത് തന്നെ നെല്ലിയാമ്പതിയിലുള്ള ഏതോ അവിഹിതമായ വനം കൊള്ളയ്ക്ക് അരു നിൽക്കാത്തത് കൊണ്ടാണ്. എന്ന് മാത്രമല്ല, നെല്ലിയാമ്പതിയിലുള്ള ഇപ്പം തൂത്തമ്പാറ, റോസ്ലി തുടങ്ങിയുള്ളതായ ഏതാണ്ട് നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഈ ബ്രിട്ടീഷ് ഉടമയിലുണ്ടായിരുന്ന ലീസിന്, അതായത് പാട്ടത്തിനടുത്തുള്ളതായ ഭൂമി ഉണ്ടല്ലോ, അത് വയലേറ്റ് ചെയ്ത ഭൂമി നെല്ലിയാമ്പതിയിൽ ഒരുപാടുണ്ട്. അതൊരു 10,500 ഏക്കർ 3-4 എസ്റ്റേറ്റുകളിൽ ഏറ്റെടുക്കുന്നതിൽ ഗണേഷ് കുമാറിനാണ് അതിന് ഒപ്പം നിന്നത്. അതിലൊരു സമ്മർദ്ദത്തിന് അയാൾ വഴങ്ങിയില്ല. എന്നാൽ പോലും അങ്ങേര് അദ്ദേഹം ഇതൊക്കെ ആണെങ്കിലും അയാളുമായിട്ട്
ഒരു നല്ല ബന്ധം വയനാട്ടിലെ പ്രകൃതി സംരക്ഷണ സമിതിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ബ്രഹ്മഗിരി മലനിരകളിലുള്ള ക്ഷേത്രം ഉണ്ടല്ലോ, അതിൻ്റെ താഴെയുള്ള തിരുനെല്ലി, പ്രസിദ്ധമായ തിരുനെല്ലി ക്ഷേത്രം, ആ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് വേനൽക്കാലത്ത് ട്രഡീഷണലായി വരുന്ന ഒരു കൽപ്പാത്തികളിലൂടെ വരുന്ന ഒരു ഉറവുണ്ടല്ലോ, ആ ഉറവ് വറ്റിപ്പോയപ്പോൾ തൊട്ടപ്പുറത്ത് ആനകൾക്ക് വേനൽക്കാലത്ത് ഉള്ള അവസാനത്തെ ഒരു ജലശേഖരമായ ഒരു ചെറിയ കൊച്ചരുവി ഈ പാത്തിയിലേക്ക് ഡൈവേർട്ട് ചെയ്യണമെന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ വാശി സമിതി ചെറുത്ത് നടത്തിയില്ല. കാരണം MOEF ഞങ്ങൾ കംപ്ലൈൻ്റ് അയച്ചു. അതിലയാളോട് ഞങ്ങളോട് ഭയങ്കര വിരോധം ഉണ്ടായപ്പോൾ അയാൾ തിരുവനന്തപുരത്ത് പോയിട്ട് ഒരൊറ്റ പ്രസ്താവനയാണ്. ആ പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർ മുഴുവൻ ആനക്കൊമ്പുകാരും ആനക്കൊമ്പ് കൈവശം സൂക്ഷിക്കുന്നവരുമാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് വേറെ സംഭവം ഉണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് ഈ ഗണേഷ് കുമാറുള്ള സമയത്ത് പിടിച്ചെടുക്കുകയും ഗണേഷ് കുമാർ സിനിമക്കാരൻ എന്നുള്ള മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഇതാണ്. അപ്പോൾ അത് സുഖമായ ടീച്ചർക്ക് വലിയ ആഘാതമായി. കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർക്ക് ആനക്കൊമ്പുകാരും വനം കൊള്ളക്കാരുമാണെന്ന് പറയുന്നത്. അവരെ വീടുകളിലൊക്കെ പഴുതിയാൽ ആനക്കൊമ്പുകൾ കാണാം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അപ്പം അയാൾ ഇത് പറഞ്ഞു. സുഖമായ ടീച്ചർക്ക് ഭയങ്കര ക്ഷോഭമായി. ടീച്ചറിനെ തന്നെ ഗണേഷ് കുമാറിനെ ഫോണിൽ വിളിച്ചവൻ ടീച്ചറോട് ഇത് ഭയങ്കര വിവാദമായി കേരളത്തിൽ. അപ്പോൾ അത് പറഞ്ഞപ്പം ഈ ഗണേഷ് കുമാർ പറഞ്ഞു, എൻ്റെ ടീച്ചറെ അത് ഞാൻ ബാദുഷയെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അയാളെ വീട്ടിൽ പോയി നോക്കുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം ആ വീട്ടിൽ പോയതാണ്. പക്ഷേ എനിക്ക് കുറേ കാലം മുമ്പ് അറിയാം ഗണേഷെ എന്ന് പറഞ്ഞു. അതങ്ങനെ അവസാനിച്ചാണ്. പിന്നെ വേറെ സംഭവം കൂടി ഉണ്ടായി. അതായത് നമ്മുടെ AK ബാലൻ അന്ന് ട്രൈബൽ മന്ത്രിയും ബിനോയ് വിശ്വം തന്നെ വനം വകുപ്പ് മന്ത്രിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു സംഭവം ഒരു ആലോചന നടത്തി. കേരളത്തിലെ വനാവകാശ നിയമമുണ്ടല്ലോ, ട്രൈബൽസിനുള്ള വനാവകാശ നിയമം അനുസരിച്ച് ട്രൈബിനൊന്നും വേണ്ടത്ര അപേക്ഷകളൊന്നും കിട്ടിയിട്ടില്ല, വേണ്ടത്ര ഇത് കിട്ടിയിട്ടില്ല വനം. അപ്പം ഇടതുപക്ഷ മുന്നണിയുടെ അന്നത്തെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ എല്ലാ ആദിവാസികൾക്കും 1 ഏക്കറയും 2 ഏക്കറയും വെച്ചിട്ട് ഭൂമി കൊടുക്കാമെന്നുള്ളൊരു വാഗ്ദാനമുണ്ട്. അത് കൊടുക്കാൻ ഈ ബാലൻ കണ്ടുപിടിച്ച ഒരു ചൊട്ടുവിദ്യയാണ്. വനാവകാശ നിയമം വെച്ചാൽ കാട്ടിൻ്റെ ഉള്ളിൽ പരമ്പരാഗതമായി താമസിക്കുന്ന ആദിവാസികൾക്ക് ചരിത്രപരമായി നിഷേധിച്ച നീതി നടപ്പിലാക്കാനാണ്. അവരുടെ കൈവശത്തിലുണ്ടായിരുന്നതോ അവർ ഉപയോഗിച്ചതോ അവരനുഭവിച്ചതോ ആയുള്ളതായ വനാവകാശം കൊടുക്കുക, ഭൂമി കൊടുക്കുക, അതിന് റൈറ്റ് കൊടുക്കുക. അതിന് പകരം 10 സെൻറ്റും 20 സെൻറ്റിൻ്റെയും റൈറ്റേ പല ആദിവാസികൾക്കും ഉള്ളൂ. ഞങ്ങൾ വയനാട്ടിലൊക്കെ അങ്ങനെ ഒരു 5000-ഓളം ആദിവാസികൾക്ക് 10 സെൻറ്റ് 5 സെൻറ്റ് വെച്ച് കാട്ടിൻ്റെ ഉള്ളിലുള്ള അവരുടെ കോളനികളിലുണ്ട്. അവർക്ക് അതിന് വെച്ചിട്ടുള്ളതായ ഒരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു മിൻസ് അവരെ ഒരു ഗവൺമെൻറ്റിൻ്റെ 2 മന്ത്രിമാരുടെ ഒരു യോഗം ഉണ്ടാക്കിയിട്ട് അതിൽ അവർ തീരുമാനമെടുത്ത് ഈ ആദിവാസികളിൽ കൊടുത്തിട്ടുള്ള അപേക്ഷകൾ മുഴുവനും തിരിച്ചു വാങ്ങിയിട്ട് 2 ഏക്കറുടെ അപേക്ഷ വാങ്ങി അവർക്കൊക്കെ 2 ഏക്കർ വെച്ച് വനഭൂമി കൊടുക്കണം. AK ബാലൻ അത് കൺവേ ചെയ്ത് അവരൊക്കെ 2 ഏക്കർ വെച്ചിട്ട് കുറ്റിയൊക്കെ അടിച്ച് നിന്ന് സമിതി ഇടപെട്ട് അതുകൂടി കൊടുത്തതിൻ്റെ പിന്നെ കേരളത്തിൽ ഒരു ഇഞ്ച് കാടുണ്ടായില്ല. 10,000-കണക്കിന് ഏക്കർ കാട് നഷ്ടപ്പെടും. ഞങ്ങൾക്ക് ഇവരെ കൂടുതൽപ്പെട്ട ആൾ, സെക്രട്ടറിയിൽപ്പെട്ട ആൾ എന്നെ ഈ മിനിറ്റ്സിൻ്റെ കോപ്പിയും ചോർത്തി തന്ന് നേരെ ഹൈക്കോടതിയിൽ പോയി. ഉറപ്പല്ലേ മന്ത്രിമാർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അതിന് ലീഗലായിട്ട് എന്ത് ബാധ്യത ഉള്ളത്? ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ച് ഈ AK ബാലനെയും ബിനോയ് വിശ്വത്തെയും വിമർശിച്ചിട്ട് ബിനോയ് വിശ്വം അതങ്ങനെ കണക്കായില്ല, അയാൾ നിവൃത്തികളോട് ചെയ്ത് കൊടുക്കുകയായിരിക്കും. ഇത് റദ്ദാക്കി. ഉടനെ തന്നെ AK ബാലൻ അന്ന് ഊരുകളിൽ പോയി താമസിക്കാൻ തന്നെ ഒരു പരിപാടി ഉണ്ടായേക്ക്. അങ്ങനെ തിരുവനന്തപുരത്തുള്ള ആദ്യത്തെ ഊരിൽ പോയിട്ട് ഇയാൾ പ്രസംഗിച്ചതിൻ്റെ ഉള്ളിൽ ഒരു ബാദുഷുണ്ട് വയനാട്ടിൽ, ആദിവാസി വിരുദ്ധൻ. അതങ്ങനെയാണ് ഇങ്ങനെയാണ് വയനാട് സമിതിയാണത്, എന്തോ ഒരു സമിതി ഉണ്ട് അവിടെ. അങ്ങനെ അയാൾ അവിടെ പ്രചരിപ്പിച്ച്. രാത്രി യാത്രയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ഈ പ്രകൃതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ തന്നെ വലിയൊരു വിഭാഗം ആളുകളുടെ എതിർപ്പും നേരിടേണ്ട അവസ്ഥ തന്നെ. വയനാട്ടിലെ പ്രകൃതി സംരക്ഷണ സമിതിയെ വലിയ ഒരു ഭാഗം ശത്രുക്കൾ ഉണ്ടായി തന്നാണ് ഇതിന്റെ നൈറ്റ് ട്രാഫിക് ബാൻ. വാസ്തവത്തിൽ ജനങ്ങൾക്ക് ഈ രാത്രി ആണ്. അതായത് അത് സംഭവം ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു 5-8 കൊല്ലത്തെ ഒരു പഠനത്തെ തുടർന്ന് എൻ്റെ സുഹൃത്ത് തന്നെയുള്ള കർണാടകത്തിലുള്ള ഒരു രാജ്കുമാറാണ് ആ പഠനം നടത്തിയത്. റോഡ് കില്ലിങ്, രാത്രി വൻതോതിൽ റോഡുകളിൽ
കില്ല് മരണം നടക്കുന്നുണ്ട്, വന്യജീവികളുടെ പിന്നെ കില്ല് നടക്കുന്നുണ്ട്, കൊല നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അയാളൊരു റിപ്പോർട്ടുണ്ടാക്കി വളരെ നല്ല കൃത്യമായി പഠനം നടത്തിയിട്ടുള്ള ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് കേരള വനം വകുപ്പ് കർണാടക വനം വകുപ്പിന് കൊടുത്ത് അങ്ങനെയാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ FD പിന്നെ ചാമരാജ് ജില്ലാ കലക്ടർക്ക് ശുപാർശ കൊടുത്ത് ഈ നൈറ്റ് ട്രാഫിക് ബാൻ ചെയ്യുന്നത്. അത് കർണാടകത്തിലെ ചീഫ് മിനിസ്റ്റർ പിറ്റേ ദിവസം തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് യെദ്യൂരപ്പ ലിഫ്റ്റ് ചെയ്യുകയും ചെയ്ത്. ലിഫ്റ്റ് ചെയ്തതിനെതിരായിട്ട് കർണാടകത്തിലുള്ള ഒരു ശ്രീനിവാസ ബാബു ഒരു ഹർജി ഫയൽ ചെയ്ത്, റിട്ട് ഹർജി ഫയൽ ചെയ്ത്. ആ ഫയൽ ചെയ്തിട്ട് അപ്പം തന്നെ അയാളെ ഭീഷണിപ്പെടുത്തി. കാരണം എന്ന് വെച്ചാൽ ഇതിലെ 100 ചില്ലാനം വണ്ടികൾ, ഇതിൽ കൂടി തന്നെ കള്ളക്കടത്ത് വണ്ടികൾ ബസ് എന്നുള്ള പേരിൽ, ടൂറിസ്റ്റ് ബസ് എന്നുള്ള പേരിൽ അന്ന് ഓടുന്നുണ്ട്. അവർക്കൊക്കെ ഭയങ്കര സാമ്പത്തിക പിന്നെ നഷ്ടം വരുന്നതാണ്. അവർ വലിയ സമ്പന്നരുമാണ്, ഭയങ്കര സ്വാധീനമുള്ളവരാണ്. അവർ കർണാടക ഗവൺമെൻറ്റിനെയും കേരള ഗവൺമെൻറ്റിനെയും സ്വാധീനിക്കുന്നതോടൊപ്പം തന്നെ ശ്രീനിവാസ ബാബുവിനെ ആദ്യം വിലക്കെടുക്കാൻ ശ്രമിച്ച് അയാൾ വഴങ്ങാത്തപ്പോൾ അയാളെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ അയാൾ പതറിക്കിടക്കാൻ തുടങ്ങി. അപ്പോഴാണ് വയനാട് സമിതി അതിൽ ബന്ധപ്പെടുകയും ഞങ്ങൾ ഒരു സെപ്പറേറ്റ് റിട്ട് കൊടുക്കുകയും ആ റിട്ടും കൂടിയും ഇതുമായിട്ട് ക്ലബ് ചെയ്ത് ആ ഹർജിയെ തുടർന്നാണ് നൈറ്റ് ട്രാഫിക് ബാൻ ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പം തുടരുന്നത് 10 കൊല്ലമായി, 11 കൊല്ലമായി. വൈകുന്നേരം 9 മണി മുതൽ രാവിലെ 6 മണി വരെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെ പോകുന്ന 2 റോഡുകളുണ്ട്. ആ 2 റോഡുകളുടെയും ട്രാഫിക് 100% അത് പിന്നെ ബാൻ ചെയ്ത്. അതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് ആ സുപ്രീം കോടതിയിൽ 10 കൊല്ലമായിട്ട് ആ കേസ് ഇതുവരെ സുപ്രീം കോടതി പിന്നെ അന്തിമമായ വിധി പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ 12-ാം തീയതിയും കേസുണ്ടായിരുന്നു. സുപ്രീം കോടതി പറഞ്ഞത് ഈ രാത്രി തുറന്നു വരുന്ന പ്രശ്നമില്ല, അൾട്ടർനേറ്റീവ് റോഡിൻ്റെ സജഷൻ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അത് ശാശ്വതമായി അത് അംഗീകരിക്കപ്പെടും. അത് വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടായി. അത് രാഷ്ട്രീയക്കാർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, രാഷ്ട്രീയക്കാരും വ്യാപാരി വ്യവസായികളും കൂടി. വാസ്തവത്തിൽ ഇവിടുത്തെ കൃഷിക്കാർക്കോ നാട്ടുകാർക്കോ രാത്രി 9 മണിക്ക് മുതൽ 6 മണി വരെ ആരാണ് പോകുന്നത്? വല്ലപ്പോഴും 1000-കണക്കിന് ഒരാൾ എന്തെങ്കിലും ആവശ്യത്തിന് പോയാലായി. പിന്നെ വിദ്യാർത്ഥികൾ ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട്, മൈസൂർക്ക് പോകുന്നുണ്ട്. അത് 9 മണിക്ക് പോകുന്നതിന് പകരം 8 മണിക്കോ 7 മണിക്കോ കടന്നു പോകാലോ, അല്ലെങ്കിൽ രാവിലെ 6 മണി വെച്ച് പോകണം. പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ പിന്നെ ഇത് പോലീസ് വാഹനങ്ങൾ, ആംബുലൻസുകൾ, പിന്നെ രോഗികളെ കൊണ്ടുപോകുന്ന വണ്ടികളൊക്കെ അലൗഡാണ്. അത് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ പെട്ടെന്ന് തന്നെ അത് വിടുന്നുണ്ട്. എന്നിട്ടും ഈ പ്രക്ഷോഭം ഭയങ്കരമായിട്ട് ഉണ്ടായി വന്ന്. കേരള ഗവൺമെൻറ് ആവട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും ഇവിടുത്തെ ആൾക്കാരുടെയും ഒക്കെ ആൾക്കാർക്കൊന്നും ഇതിലൊരു താല്പര്യവുമില്ല. വ്യാപാരി വ്യവസായികളും ഒരു കൂട്ടം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം സജീവമായി നിലനിർത്തണമല്ലോ. അവർ പോയിട്ട് അന്നത്തെ VS അച്യുതാനന്ദനോട് കണ്ടു പറഞ്ഞ് അയാൾ ഒരു മന്ത്രിസഭാ സംഘത്തെ കർണാടകത്തിലേക്ക് അയച്ച്. അവരത് ഗൗനിച്ചില്ല. അതിൽ ഒന്ന് ഈ വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ നൈറ്റ് ട്രാഫിക് ബാൻ ഉണ്ടാകുന്നത്. വന്യജീവികളുടെ സംരക്ഷകനായുള്ള കേരളത്തിലെ വനം മന്ത്രി ഈ സംഘത്തിനൊപ്പം പോയത് വലിയൊരു പ്രശ്നമായില്ല ഞങ്ങൾക്കിടയിൽ. ഞങ്ങൾ അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവന ബിനോയ് വിശ്വത്തിനെതിരായി കൊടുത്ത്. അയാൾ വയനാട്ടിൽ ബത്തേരിയിൽ വെച്ചിട്ട് ആ പ്രാവശ്യത്തെ വന്യജീവി വാരാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബത്തേരി വെച്ചായിരുന്നു. അത് വരുന്നന്ന് ഞങ്ങൾ അവിടെ ലഘുലേഖകൾ വിതരണം ചെയ്ത് വന്യജീവികൾക്കെതിരായി കർണാടകത്തിലേക്ക് പട നയിച്ച ബിനോയ് വിശ്വത്തിന് വന്യജീവി വാരാചരണം ഉദ്ഘാടനം ചെയ്യാൻ എന്ത് അവകാശം? അത് ബിനോയ് വിശ്വത്തെ വല്ലാതെ ചൊടിപ്പിച്ച് വേദനിപ്പിച്ച് അയാൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡായി. അയാൾ സമിതിൻ്റെ സുഹൃത്തുക്കൾ, ഞങ്ങൾക്ക് അയാളായിട്ട് ബന്ധമുണ്ട്, ഞങ്ങൾക്ക് അയാളോട് റെസ്പെക്റ്റാണ്. ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് കേരളം കണ്ട ഏറ്റവും നല്ല വനം വകുപ്പ് മന്ത്രിമാരിൽ ഒരാൾ ബിനോയ് വിശ്വമാണ്. പക്ഷേ ഞങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ ഈ വിഷയത്തിൽ. അത് കഴിഞ്ഞാൽ വനത്തോട് വലിയ ക്രൂരത ഒന്നും കാണിക്കാത്ത ആളായിരുന്നു പിന്നെ ഗണേഷ് കുമാർ. അയാളുമായിട്ടുള്ള ബന്ധം അങ്ങനെ തന്നെ. അത് വയനാട് സമിതിയുടെ ഒരു ദുര്യോഗം എന്ന് ആണ് ഞങ്ങൾ കണക്കാക്കുന്നത്. മാത്രമല്ല അത് വന്യജീവികൾക്കും വനത്തിനും പരിസ്ഥിതിക്കും വേണ്ടിയുള്ള ഞങ്ങളുടെ നിലപാടിൻ്റെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അതെ പ്രശ്നമാണത്. ഇനി എന്താണ് ഒരു ഭാവി തലമുറകൾ ഈ വയനാടിനെ ഇത്രയും കാലം സംരക്ഷിച്ചു പോകുന്ന ഒരു തലമുറയാണ്. അപ്പൊ എന്താണ് ഇനി വയനാട് ഇപ്പം ഈ കാണുന്ന പച്ചപ്പും
ഈ കാണുന്ന എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് മുൻകാലങ്ങളിൽ ഇപ്പം ഭാഷക്കനെ പോലുള്ള ആളുകൾ ഇവിടെ നടത്തിയൊരു ഫൈറ്റിന്റെ ഭാഗമായിട്ടാണ്. അതായത് വാസ്തവത്തിൽ വയനാട് ആവശ്യപ്പെടുന്നത് കൂടുതൽ ശക്തവും കൂടുതൽ ജനപങ്കാളിത്തമുള്ളതും കുറെ കൂടി അർത്ഥവത്വമായിട്ടുള്ളതായ ഒരു ചെറുത്തുനിൽപ്പ് തന്നെയാണ് വേണ്ടത്. ചെറുത്തുനിൽപ്പ് വെച്ചാൽ പരിസ്ഥിതി നാശത്തിനെതിരായിട്ട്. കാരണം പരിസ്ഥിതി നാശത്തിലൂടെ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാടിന് അതിൻ്റെ ഏറ്റവും പിൻവാങ്ങി അതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലാണ് ഇപ്പോൾ വയനാട് നിൽക്കുന്നത്. വയനാടിന് ഇനി പുറകോട്ട് വെക്കാൻ ഒരു അടിയില്ല. വയനാടിൻ്റെ പരിസ്ഥിതി സന്തുലനം തകർന്ന് തരിപ്പണായിരിക്കുന്നു. വയനാടിൻ്റെ ഇക്കോളജി തകർന്നതിൻ്റെ ഫലമായിട്ട് മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ളതായ ബന്ധം വെറും മനുഷ്യ സംഘർഷം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമായിട്ട് മാറിയിരിക്കുന്നു. യുദ്ധത്തിലുണ്ടാ സംഭവിക്കുന്നത് നമുക്കറിയാം. കൂടുതൽ ശക്തൻ കൂടുതൽ തീരെ ദുർബലനവനെ പൂർണ്ണമായിട്ടും കീഴടക്കും. ഇവിടെ ശക്തൻ മനുഷ്യൻ തന്നെയാണ്. പിന്നെ മറ്റൊന്ന് വയനാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായ അന്ധമായ വയനാട്ടിലെ കുടിയേറ്റക്കാർ ഉണ്ടാക്കി വിട്ടിട്ടുള്ളതായ ഒരു തെറ്റായ ബോധമുണ്ട്. ഡെവലപ്മെൻറ്റ്, വികസനം വന്നാൽ മതി. വികസനത്തിൻ്റെ പേരിൽ എന്ത് വിഷം കൊടുത്താലും അവർ വാങ്ങിക്കഴിക്കും. അവർക്ക് ഹെലിപാഡ് വേണം, എയർക്രാഫ്റ്റ് വേണം, മെട്രോ വേണം, അതുപോലെ റെയിൽവേ വേണം. റെയിൽവേ വന്നിട്ടില്ലെങ്കിൽ എന്ത്? റെയിൽവേ ഇല്ലാത്ത എത്ര രാജ്യങ്ങളുണ്ട് ലോകത്തിൽ? നേപ്പാളിൽ റെയിൽവേ ഉണ്ടോ? എന്നിട്ടും വയനാട്ടിൽ റെയിൽവേ ഇല്ലാതെ ഞങ്ങൾക്ക് എന്ന് റെയിൽവേ തരും? ഇങ്ങനെയുള്ളതായ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള മുറവിളി വയനാടിനെ കൂടുതൽ നാശത്തിലേക്ക് വിടുന്നുണ്ട്. പരിസ്ഥിതി നാശം വിടുന്നുണ്ട്. വയനാടിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, എങ്ങനെയും എക്സ്പ്ലോയിറ്റ് ചെയ്ത് കോറിങ്ങൊക്കെ ഏതാണ്ട് അവസാനിച്ചു. കാരണം എനിക്ക് പൊട്ടിക്കാൻ മലകളൊന്നും ബാക്കിയില്ല. ഉള്ളത് കുറേയൊക്കെ കേശവേന്ദ്രകുമാർ കലക്ടറായിരുന്ന സമയത്ത് കുറേ തടഞ്ഞിട്ടുമുണ്ട്. മരം വെട്ടാൻ അവർക്ക് സാധ്യമല്ല. പക്ഷേ റിസോർട്ടുകൾ ഇതുപോലുള്ളതായ ബോബി ചമ്മനോടൊപ്പമുള്ള ആൾക്കാർ അധിനിവേശം നടത്തി വയനാടിൻ്റെ അവസാനത്തെ വെള്ളപ്പും പച്ചപ്പും. ഇന്നും വയനാട്ടിൽ 3000 മില്ലിമീറ്റർ മഴയും ഒരുവിധം ഫെർട്ടൈലായിട്ട് ഭൂമിയുണ്ട്. ഇവിടുത്തെ വയനാട്ടിലെ 10 ലക്ഷം ജനങ്ങളിൽ 9 ലക്ഷവും ജീവിക്കുന്നത് വയനാട്ടിലെ കൃഷി കൊണ്ടാണ്. ഈ മണ്ണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മണ്ണില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംരക്ഷിക്കാനുള്ളതായ വലിയ രീതിയിലുള്ളതായ ജനപങ്കാളിത്തത്തോടുള്ളതായ ഒരു മൂവ്മെൻ്റാണ് ആവശ്യം. ദൗർഭാഗ്യവശാൽ പുതിയ തലമുറ ഇതിനെക്കുറിച്ചൊന്നും അസ്വസ്ഥരല്ല, ബോധവാന്മാരല്ല. അവർക്കിതിലൊന്നും താല്പര്യവുമില്ല. പിന്നെ എങ്ങനെ ഇത് രക്ഷപ്പെടും? പിന്നെ ഇത് സംരക്ഷിക്കേണ്ടത് അവരുടെ സ്വന്തം പൈതൃക ഭൂമി ട്രൈബ് അതിനേക്കാൾ വലിയ അപച്യുതിയിലാണ്. അതിൽ ഒരു എലൈറ്റ് വിഭാഗമുണ്ട്, മുള്ളുവക്കുറുമ കുറിച്ച. അവരുടെ ചെറുപ്പക്കാർക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ജോലി, ഒരു വീട്ടിൽ 5-6 ആൾക്കാർക്ക് ജോലി കിട്ടി. അവർക്ക് പിന്നെ ആ ജോലി അവരുടെ മക്കൾക്കും കിട്ടും. പിന്നെ ഒരു കൂട്ടരെന്ന് വെച്ചാൽ മുള്ളുവക്കുറുമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടുനായിക്ക, അടിയ, അവരാണ് ഏതാണ് 60% ഉള്ളത്. അവർ 100% ഇല്ലിറ്ററേറ്റാണ്. യാതൊരു അവബോധവും ഇല്ലാതെ, ഒരു സെൻറ്റ് ഭൂമിയില്ലാതെ, കിടപ്പാടല്ലാതെ, വെറും മദ്യപാനവും. അവരെ ഉദ്ധരിക്കുന്നതിനെ പറ്റിയോ അവരെ സംരക്ഷിക്കുന്നതിനെ പറ്റിയോ ഒരർത്ഥവത്തായ ഒരു ചർച്ചയും ഒരു ബോധവും ഒരു ആലോചന പോലും ഭരണകൂടത്തിൻ്റെ പക്ഷത്തോ ആദിവാസി സംഘടനയുടെ പക്ഷത്തോ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൂട്ടത്തിലോ എവിടെയില്ല. പിന്നെ എങ്ങനെ വയനാട് രക്ഷപ്പെടും? അതാണ് വയനാടിൻ്റെ അവസ്ഥ.